ചൈനയോട് കളിച്ചാൽ അമേരിക്ക കളി പഠിക്കുമെന്നാണ് ചൈന ഇപ്പോൾ അമേരിക്കക്ക് നൽകിയ മുന്നറിയിപ്പ്. അത് വാക്കുകളിലൂടെയല്ല, പ്രവൃത്തി പദത്തിലൂടെ തന്നെയാണ് അമേരിക്കക്ക് മറുപടി നൽകിയിരിക്കുന്നത്. തായ്വാന് $11 ബില്യൺ വമ്പൻ സൈനിക സഹായം നൽകാനുള്ള അമേരിക്കയുടെ തീരുമാനത്തിന് പിന്നാലെ തിരിച്ചടിയുമായി ചൈന എത്തിയിരിക്കുകയാണ്. തായ്വാന് 4 ഭാഗത്തു നിന്നും വളഞ്ഞുകൊണ്ട് ജസ്റ്റിസ് മിഷൻ 2025 എന്ന പേരിൽ വൻ സൈനിക അഭ്യാസം ചൈന ആരംഭിച്ചു കഴിഞ്ഞു. അമേരിക്കൻ പ്രതിരോധ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ചൈനയുടെ ഈ നീക്കം. ഇത് തായ്വാനുള്ള മുന്നറിയിപ്പ് മാത്രമല്ല, അമേരിക്കയുടെ ഇടപെടലുകൾക്കുള്ള ശക്തമായ സൈനിക മറുപടി കൂടെയാണ്. ഒരു ആയുധവും കടത്താൻ അനുവദിക്കില്ല എന്ന ശക്തമായ ഒരു താക്കീതാണ് നൽകുന്നത്. ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സൈനിക സഹായമാണ് ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്ക പ്രഖ്യാപിച്ചത്. $11 ബില്യൺ, അതായത് ഏകദേശം 90,000 കോടിയിലധികം രൂപയുടെ ആയുധ ഇടപാടിനാണ് വാഷിംഗ്ടൺ പച്ചക്കൊടി കാണിച്ചത്. ഇതിൽ അത്യാധുനിക റഡാർ സംവിധാനങ്ങളും മിസൈൽ സാങ്കേതിക വിദ്യകളും ഉൾപ്പെടുന്നു. ഇതിന് ചൈനയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റം എന്നാണ് ബീജിംഗ് വിശേഷിപ്പിച്ചത്. വെറും വാക്കുകൾ കൊണ്ട് ഒതുക്കാതെ അമേരിക്കൻ പ്രതിരോധ ഭീമന്മാരായ ബോയിങ്, അതുപോലെ നോർത്ത്രോപ്പ് ഗ്രമ്മൻ തുടങ്ങിയ കമ്പനികൾക്കും അവരുടെ മേധാവികൾക്കും ചൈന കടുത്ത ഉപരോധം ഏർപ്പെടുത്തി. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ നയതന്ത്ര യുദ്ധത്തിൽ നിന്ന് നേരിട്ടുള്ള സൈനിക നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെ രാവിലെയാണ് ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ഈസ്റ്റേൺ തിയേറ്റർ കമാൻഡർ ജസ്റ്റിസ് മിഷൻ 2025 പ്രഖ്യാപിച്ചത്. തായ്വാന്റെ വടക്ക് തെക്ക് കിഴക്ക് ഭാഗങ്ങളിലായി കടലും ആകാശത്തുമായി വമ്പൻ അഭ്യാസങ്ങളാണ് ചൈന നടത്തുന്നത്. ഇതൊരു സാധാരണ സൈനിക പരിശീലനമല്ല. തായ്വാനെ പൂർണ്ണമായും ഉപരോധിച്ചുകൊണ്ട് പുറത്തു നിന്നുള്ള സഹായങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയുടെ കപ്പലുകൾ എത്തുന്നത് തടയുക എന്ന തന്ത്രമാണ് ചൈന പയറ്റുന്നത്. ചൈനയുടെ യുദ്ധക്കപ്പലുകളും J-16 ഫൈറ്റർ ജെറ്റുകളും H-6 ബോംബറുകളും തായ്വാന്റെ അതീവ സുരക്ഷാ മേഖലകളിലേക്ക് കടന്നു കയറി കഴിഞ്ഞു. തായ്വാൻ വിഘടനവാദികൾക്കും അവർക്ക് പിന്തുണ നൽകുന്ന വിദേശ ശക്തികൾക്കുമുള്ള കർശനമായ താക്കീതാണ് ഇതെന്ന് സൈനിക വക്താവ് ഷീ വ്യക്തമാക്കി. തായ്വാന്റെ പ്രധാന തുറമുഖങ്ങൾ ഉപരോധിക്കാനും അവരുടെ റഡാർ കണ്ണുകൾ വെട്ടിച്ച് കരയിലെ ലക്ഷ്യങ്ങൾ തകർക്കാനുമുള്ള ശേഷിയാണ് ചൈന ഇപ്പോൾ പരീക്ഷിക്കുന്നത്. ചൈനയുടെ ഈ നീക്കത്തെ തുടർന്ന് തായ്വാൻ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. തങ്ങളുടെ വ്യോമ വിധാനങ്ങളും സൈനിക സിസ്റ്റങ്ങളും സജ്ജമാണെന്ന് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചൈനയുടെ ഈ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും സമാധാനം തകർക്കുന്നതാണെന്നും തായ്വാൻ പ്രസിഡന്റ് പ്രതികരിച്ചു. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ചൈന പദ്ധതി ഇടുന്നുണ്ടെങ്കിൽ അതിന്റെ ആദ്യഘട്ടം എങ്ങനെയായിരിക്കും എന്നതിന്റെ കൃത്യമായ റിഹേഴ്സലാണ് ഇപ്പോൾ നടക്കുന്നത്. തായ്വാനെ സാമ്പത്തികമായും സൈനികമായും ഒറ്റപ്പെടുത്തുക എന്ന തന്ത്രമാണ് ചൈന ഇവിടെ നടപ്പിലാക്കുന്നത്. ചുരുക്കത്തിൽ അമേരിക്കയുടെ ആയുധങ്ങൾക്ക് ചൈന മറുപടി നൽകുന്നത് വെടിമരുന്നിന്റെ ഗന്ധമുള്ള സൈനിക നീക്കങ്ങളിലൂടെയാണ്. തായ്വാൻ കടലിടുക്കിലെ ഈ സംഘർഷം ഏഷ്യയുടെ സമാധാനത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്.